വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. പ്രധാനമന്ത്രി, അതായത് BJP അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ, എന്താ സംഭവം? പറ കേക്കട്ടെ. ഞങ്ങളുടെ മേയർ പോയി സ്വീകരിക്കും എന്നാണ് BJPയുടെ ആളുകൾ പ്രചരണം നടത്തിയത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. BJP എന്നാണ് അവരുടെ ഒരു നിലപാട് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. അവരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവസരം വരുമ്പോൾ അതിങ്ങനെ മാറ്റി മാറ്റി പറയുക എന്നുള്ളതാണ്. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. അതിന്റെ അടുത്തൊരു തീരുമാനമായി. എന്താ ഉറക്കം വരുന്നു? അവരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവസരം വരുമ്പോൾ അതിങ്ങനെ മാറ്റി മാറ്റി പറയുക എന്നുള്ളതാണ്. പണ്ടൊക്കെ ദൈവമേ പിന്നെ അപ്പ കൊടുക്കുക. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. അപ്പൊ ആ നിലയിൽ പ്രചരണം നടത്തിയ ഒരു കോർപ്പറേഷൻ അവർ പിടിച്ചെടുക്കും. ഇപ്പോഴും അവർ ആ പ്രചരണം നടത്തുന്നുണ്ടല്ലോ. ഇപ്പോ കേന്ദ്ര നേതാക്കൾ മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ എല്ലാവരും എന്തായാലും ഇങ്ങനെ എല്ലാത്തിനും തറുതല പറയണത്? ഞാൻ വിചാരിച്ചു ഈ തല നിറച്ചും ബുദ്ധിയാണെന്ന്. അല്ല, ഇപ്പോഴാ മനസ്സിലായത് ഈ തല നിറച്ചും അതിബുദ്ധിയാണെന്ന്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്ന വ്യാമോഹത്തോടു കൂടി നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ ആരാന്നാണ് നിന്റെ വിചാരം? കണ്ണിലെ കൃഷ്ണമണി പോലെ തിരുവനന്തപുരം കോർപ്പറേഷനെ കാത്തു സൂക്ഷിക്കുമെന്നാണ് BJP നേതാവ് VV രാജേഷ് അദ്ദേഹത്തിന്റെ വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്.